പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഈ വർഷം ഓരോ 6 മണിക്കൂറിലും ഒരു ഇന്ത്യക്കാരനെ നാടുകടത്തി അമേരിക്ക. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2021 അപേക്ഷിച്ച് ഈ വർഷം നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം 400% വർദ്ധിച്ചു. 2021 59,011 പേരെയാണ് US-ൽ നിന്ന് നാടുകടത്തിയത്. ഇതിൽ 292 പേർ ഇന്ത്യക്കാരായിരുന്നു. 2024 നാടുകടത്തിയ 2,71,484 പേരിൽ 1,529 പേർ ഇന്ത്യക്കാരായിരുന്നു. US ഇമിഗ്രേഷൻ നയങ്ങൾ, എൻഫോഴ്സ്മെന്റ് മുൻഗണനകൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയിലെ മാറ്റങ്ങളാണ് നാടുകടത്തൽ എണ്ണത്തിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം. നിലവിൽ രേഖകളില്ലാത്ത 18,000 ഇന്ത്യക്കാർ നാടുകടത്തൽ ഭീഷണിയിലാണ്. അധികാരത്തിലെത്തുമ്പോൾ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് കർശനമാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വേഗത്തിലുള്ള നാടുകടത്തലുകളും ഉയർന്ന അതിർത്തി സുരക്ഷാ നടപടികളും ഊന്നിപ്പറയുന്നതാണ് നിർദ്ദിഷ്ട നയങ്ങൾ. ഈ പദ്ധതികൾ നാടുകടത്തൽ എണ്ണത്തിൽ കൂടുതൽ വർധനവിന് കാരണമാകുമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ട്രംപ് പ്രസിഡന്റായിരുന്ന 2019-2020 വർഷങ്ങളിൽ 3,928 ഇന്ത്യക്കാരെയാണ് US-ൽ നിന്ന് നാടുകടത്തിയത്. ബൈഡൻ അധികാരത്തിലിരുന്നപ്പോൾ 3,467 ഇന്ത്യക്കാരാണ് നാടുകടത്തപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE കമ്പനികൾ സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാനുള്ള സമയപരിധി ഡിസംബർ 31 അവസാനിക്കും. നിശ്ചിത സമയത്തിനകം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകും. 2022 ആരംഭിച്ച സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസ് അനുസരിച്ച് 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പിലാക്കണമെന്നാണ് നിയമം. കമ്പനികളുടെ സൗകര്യത്തിനനുസരിച്ച് 6 മാസത്തിലൊരിക്കൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതിയുണ്ട്. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും കുറഞ്ഞ ഗ്രേഡിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യും. ഡിസംബർ 31 സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണമെന്ന് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം ഉത്തരവിറക്കി. ഉയർന്ന വളർച്ചാ മേഖലകളിലെ 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട കമ്പനികൾ സമയപരിധിക്കുള്ളിൽ കുറഞ്ഞത് ഒരു UAE പൗരനെയെങ്കിലും നിയമിക്കണം. IT, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ 14 മേഖലകളിലെ 68 പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയത്. നിയമലംഘകരെ കണ്ടെത്താൻ ജനുവരി 1 മുതൽ പരിശോധന ഊർജിതമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാൻ ഏകീകൃത GCC കസ്റ്റംസ് താരിഫ് ജനുവരിയിൽ നടപ്പിലാക്കും. കസ്റ്റംസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും GCC വ്യാപാരം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ സംവിധാനം. GCCക്കുള്ളിലെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒമാൻ ഏകീകൃത കസ്റ്റംസ് താരിഫ് നടപ്പിലാക്കും. എല്ലാ GCC അംഗരാജ്യങ്ങളിലും കസ്റ്റംസ് നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ താരിഫ് സംവിധാനം മുമ്പത്തെ 8 അക്ക സംവിധാനത്തിന് പകരമായി 12 അക്ക കോഡിംഗ് ഫോർമാറ്റ് സ്വീകരിക്കും. GCCക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഹകരണത്തിന്റെയും ബിസിനസ് കമ്മ്യൂണിറ്റിയുമായുള്ള പങ്കാളിത്തത്തിന്റെയും ഭാഗമായി പുതുക്കിയ താരിഫ് സംവിധാനം നിരവധി സുപ്രധാന മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നു. താരിഫ് ഇനങ്ങൾ 8 മുതൽ 12 അക്കങ്ങളായി വിപുലീകരിക്കുന്നതിലൂടെ സുഗമമായ വ്യാപാരത്തിനും കസ്റ്റംസ് പ്രവർത്തനങ്ങളിൽ വ്യക്തത മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കും. കസ്റ്റംസ് സേവന ഗുണഭോക്താക്കൾ ഈ പുതിയ താരിഫ് സിസ്റ്റത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ കസ്റ്റംസ് ജനറൽ ഡയറക്ടറേറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തർ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2030 LNG ഉൽപ്പാദനം ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2030 നിലവിലെ 77 ദശലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദനം 160 മെട്രിക് ടണ്ണായി ഉയർത്താനാണ് ഖത്തർ പദ്ധതിയിടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരായ അമേരിക്കയിൽ നിന്ന് ആ സ്ഥാനം ഖത്തർ തിരിച്ചുപിടിക്കും. കഴിഞ്ഞ വർഷം അവസാനം വരെ LNG കയറ്റുമതിയിൽ ഖത്തറായിരുന്നു മുന്നിൽ. ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കൂടുതൽ LNG കയറ്റുമതി ചെയ്യാനാണ് ഖത്തർ പദ്ധതിയിടുന്നത്. ഇന്ത്യയിലെ പ്രകൃതിവാതക വിതരണക്കാരായ ഗെയിലിന് 5 വർഷത്തേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം നൽകാൻ ഖത്തർ സമ്മതിച്ചുവെന്ന റിപ്പോർട്ടും അടുത്തിടെ പുറത്തുവന്നിരുന്നു. ഖത്തർ എനർജി ട്രേഡിംഗ് കമ്പനി ഗെയിലിന് ഏപ്രിൽ മുതൽ പ്രതിമാസം 1 കാർഗോ വീതം അയക്കുമെന്നാണ് റിപ്പോർട്ട്. US-ൽ നിന്ന് കടുത്ത മത്സരം നേരിടുന്ന സാഹചര്യത്തിൽ ഏഷ്യയിലും യൂറോപ്പിലും ഇളവുകളോടെ വലിയ തോതിൽ LNG വിതരണം ചെയ്യാനും ഖത്തറിന് പദ്ധതിയുണ്ട്. ഖത്തറിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് LNG. അതിനാൽ തന്നെ കൂടുതൽ വിതരണം ശക്തിപ്പെട്ടാൽ ഖത്തറിന്റെ വരുമാനത്തിലും വർധനയുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജെയിൻ വീൽ ഐൻ ദുബായ് വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറന്നു. 2015 മെയ്യിൽ നിർമ്മാണം ആരംഭിച്ച ഐൻ ദുബായ് 2021 ഒക്ടോബറിലാണ് ആദ്യമായി തുറന്നത്. ദുബായ് നഗരത്തിൻ്റെയും കടലിൻ്റെയും സൗന്ദര്യം 360 ഡിഗ്രി ദൃശ്യാനുഭവത്തോടെ ആസ്വദിക്കാം.
നവീകരണത്തിനായി അടച്ചിട്ട് 2 വർഷക്കാലത്തിനു ശേഷം ക്രിസ്മസ് ദിനത്തിലായിരുന്നു ജെയിൻ വീൽ വീണ്ടും തുറന്നത്. ഐൻ ദുബായിൽ ഒരു തവണ കറങ്ങി വരാൻ 38 മിനിറ്റ് എടുക്കും. 250 മീറ്റർ ഉയരമുള്ള ഐൻ ദുബായിൽ ആകെ 1750 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള 48 ക്യാബിനുകളുണ്ട്. 2015 മെയ്യിൽ നിർമ്മാണം ആരംഭിച്ച ഐൻ ദുബായ് 2021 ഒക്ടോബറിലാണ് ആദ്യമായി തുറന്നത്. 145 ദിർഹമാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. 195 ദിർഹത്തിന്റെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ലഘുഭക്ഷണവും പാനീയവും ലഭിക്കും. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പൊതു ക്യാബിനായിരിക്കും ലഭിക്കുക. സ്വകാര്യ ക്യാബിൻ ബുക്ക് ചെയ്തവർക്ക് മികച്ച കാഴ്ച ആസ്വദിക്കും വിധം ആഡംബര സീറ്റുകളും ഉണ്ടാകും. ചൊവ്വ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 9 വരെയാണ് ഐൻ ദുബായിയുടെ പ്രവർത്തന സമയം. വീക്കെൻഡിൽ രാവിലെ 11 മുതൽ 9 വരെ ഐൻ ദുബായ് സന്ദർശനം അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.